102-ാം വയസ്സിൽ ശബരിമലയിൽ ദർശനം നടത്തി വയനാട് സ്വദേശിനി പാറുക്കുട്ടിയമ്മ. ആദ്യമായല്ല, ഇത് 3-ാം തവണയാണ് പാറുക്കുട്ടിയമ്മ അയ്യപ്പനെ കാണാൻ എത്തുന്നത്. പാറുക്കുട്ടി അമ്മയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും പോലീസും അവിടെ ഒരുക്കിയിരുന്നു. 100-ാം വയസ്സിൽ 2 വർഷം മുൻപാണ് പാറുക്കുട്ടിയമ്മ ആദ്യമായി അയ്യപ്പനെ കാണാനെത്തിയത്. പ്രായാധിക്യത്തിന്റെ അവശതകളുണ്ടെങ്കിലും ഈ വർഷവും പതിവ് തെറ്റിക്കാതെ കൊച്ചുമക്കൾക്കൊപ്പം ശബരീശ സന്നിധിയിലെത്തി. പാറുക്കുട്ടിയമ്മയ്ക്ക് 18-ാം പടി കയറുന്നതിനടക്കം പോലീസ് പ്രത്യേക സൗകര്യമൊരുക്കി. അയ്യപ്പനെ വീണ്ടും കാണാതായതിന്റെ സന്തോഷം പാറുക്കുട്ടിയമ്മ പങ്കുവച്ചു. ഈ വയസ്സാം കാലത്തെ അയ്യപ്പനെന്ന് കാണുന്ന ആഗ്രഹം കൊണ്ട് വന്നു ഈ 18-ാം പടി കയറി പോലീസുകാർ കയ്യെ പിടിച്ചുകൊണ്ട് അമ്പലത്തങ്ങ് നിർത്തും. അങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് പോരുക, അയ്യപ്പൻ അനുഗ്രഹം തരും. ചെറുപ്പം മുതൽ തന്നെ അയ്യപ്പനോടുള്ള ഇഷ്ടം പാറുക്കുട്ടിയമ്മയ്ക്കുണ്ട്. അയ്യപ്പ കഥകളെല്ലാം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ അമ്മ എന്താണ് കാര്യം ചോദിച്ചിട്ട് കുട്ടി ചോദിച്ചു, അയ്യപ്പൻ കുട്ടി. അമ്മയ്ക്ക് തലവേദനയാണ്. എന്ത് തലവേദന, എപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചു. 2 ദിവസമായി തുടങ്ങിയിട്ട് തലവേദന മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. പുലിപ്പാൽ കിട്ടിയാൽ മാത്രമേ തലവേദന വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുന്നു. ശരി, പുലിപ്പാൽ ഞാനിപ്പോൾ കൊണ്ടുതരാം. പുലിനെ കൊണ്ട് ഇപ്പോൾ വരും, ഇഷ്ടം പോലെ പാല് കറന്നെടുത്ത് തലവേദന മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞു അയ്യപ്പൻ. പുലിപ്പുറത്ത് അയ്യപ്പൻ കാട്ടിപ്പോയി പുലിപ്പുറത്ത് കുഞ്ഞും കൂട്ടത്തോടെ വരുന്നു. അപ്പോൾ രാജ്ഞികളും എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാകുന്നു. അയ്യോ, എൻ്റെ തലവേദന പോയി, വേഗം കുട്ടിയെ പുലിയെ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. പുലിയെ വേഗം കാട്ടിലേക്ക് അയച്ചു വിട്ടു. എൻ്റെ തലവേദന പോയി, അങ്ങനെ ഇനി പോരെ എന്ന് പറഞ്ഞു. എനിക്ക് വരാൻ കുറച്ച് താമസമുണ്ട്, ഇപ്പം വരില്ല, അമ്മയുടെ തലവേദന മാറി കെട്ടിയാൽ മതി എന്ന് അയ്യപ്പൻ കുട്ടി പറയുന്നു. കേൾവിക്കുറവുള്ള അമ്മൂമ്മയ്ക്ക് എല്ലാ സഹായങ്ങളുമായി കൊച്ചുമകൾ അവന്തികയും ശബരിമലയിലെത്തി. ചോദ്യങ്ങളെല്ലാം കൊച്ചുമകളാണ് അമ്മൂമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും വരാൻ പറ്റുമോ? വയസ്സായില്ലേ. കഴിഞ്ഞ വർഷവും പാറുക്കുട്ടിയമ്മ മല ചവിട്ടിയിരുന്നു. ന്യൂസ് 18 സന്നിധാനം.